back to our YouTube channel. Guys, ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ വ്ലോഗ് ചെയ്യുന്നത് പുതിയ മൈക്ക്. ഭയങ്കര സൗണ്ട് ആയിരിക്കും തോന്നുന്നുണ്ട്. പഴയ ഓർമ്മയിലേ നമ്മൾ എനിക്ക് നല്ല ഒച്ചപ്പാടും ബഹളമായിരിക്കും. ഗൈസിന്റെ ഔട്ട്പുട്ട് അറിയുമ്പോ വരുമ്പോ അറിയാം നമുക്ക് ഇതിനകത്ത് എത്രത്തോളം സൗണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോ ഭയങ്കര സൗണ്ട് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന എരപ്പാവാതിരുന്നാ മതിയായിരുന്നു. സോ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. ഗൈസ്, ഞാൻ ആർക്കിടെക്ചർ പാസ്സായിട്ട് ഇപ്പൊ 2 മാസമായി. ഞാൻ ഇതുവരെ ലൈസൻസിന് അപ്ലൈ ചെയ്തില്ല. എന്നുവെച്ചാൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വന്നാലായിരുന്നു ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വന്ന് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ പോരാ. നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കളർ കോപ്പി എടുത്ത് ഡൽഹിക്ക് സിഒയുടെ ഓഫീസിലേക്ക് അയക്കണം. അപ്പൊ അതിനുവേണ്ടി ഫസ്റ്റ് ഫോട്ടോ വേണം ഗൈസ്. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഫോട്ടോ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരൊറ്റ ഫോട്ടോ പോലും ഇല്ല സ്റ്റുഡിയോയിൽ വെച്ചെടുത്താ. അപ്പൊ ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കണം. എന്നിട്ട് സ്കാൻ ചെയ്ത് അയക്കണം അല്ലേ? എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് പിന്നെ ഓൺലൈനിൽ കുറച്ച് ചെയ്യണം. എന്നിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കളർ കോപ്പി എടുത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണം. ലൈസൻസ് എപ്പോ കിട്ടും? ഒരു 2 മാസമൊക്കെ എടുക്കും എന്നാണ് എന്റെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞത്. ഇപ്പൊ ചെയ്താൽ 2 മാസം കഴിയുമ്പോൾ കിട്ടും. നിനക്ക് പോകണ്ടായിരുന്നു? എനിക്ക് ഞാൻ കട്ട് ചെയ്യും. ഇന്നലെ ഓണപരിപാടി ഇന്ന് അവധിയാണോ? ഇനി 10 ദിവസം അവധി എനിക്ക്. സീരിയസ് ആയിട്ട് ഓണാവധി തുടങ്ങിയാ? ഓ, അതുകൊണ്ട് ലാസ്റ്റ് ഇന്നലെ ഓണപരിപാടി ആയിരുന്നു. ഇനി 10 ദിവസം അവധി. അപ്പൊ ഇനിയുള്ള വീഡിയോസിൽ ഞാനും മസ്നയും അറുമാതിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് എന്ത് പറ. ഉമ്മിക്ക് ഇന്നാണ് ഓണ സെലിബ്രേഷൻ. അപ്പൊ ഉമ്മിക്ക് ഇനി 10 ദിവസം ലീവാണ് ഗൈസ് ഇന്ന് മുതൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫാമിലി വ്ലോഗ് നമ്മൾ ഇനി 10 ദിവസം പകർക്കും. 10 ദിവസം യൂറോപ്പിലേക്ക് ട്രിപ്പ് പോയാലേ? ഇവിടെ ഫാമിലി ആയിട്ട് നമുക്ക് ട്രിപ്പ് ഇവിടെ എൻജോയ് ചെയ്യണം. അപ്പോഴാണ് ട്രിപ്പ് പോവാന്ന് പറഞ്ഞത്. വേണ്ട, ഇപ്പൊ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാം. വരൂ, പാസ്പോർട്ട് എടുത്തിട്ട് വരാൻ. നീ വരുന്നോ? എന്താ എന്താ വാടി? 10 ദിവസം ഇല്ലേടി? ഓക്കെ, ബൈ. ഇതാണ് ഞാൻ കൊച്ചിലെ മുതൽ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ പ്ലസ്. ഇവിടെ അങ്ങനെ മൈക്കൊക്കെ ഓണാക്കിയിട്ടുണ്ട്. നീ കേരളിപ്പോലെ ഇവൻ കൊച്ചിലെ മുതൽ പിടിച്ചാണ് ഇതൊക്കെ ഇളകി കേട്ടോ. നിനക്ക് എങ്ങനത്തെ ഫോട്ടോ എടുക്കണ്ട? എനിക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ കണ്ണാടി നോക്കട്ടെ ഗൈസ്. ചിലപ്പോ ലൈസൻസിൽ ഈ ഫോട്ടോ ആയിരിക്കും വരുന്നത്. നല്ലോണം ഒരുങ്ങിക്കോ. പണ്ട് ഓർമ്മയുണ്ട് ഇതേപോലെ നമ്മൾ വരുമ്പം ചീപ്പും പൗഡറൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, ഇരുന്നോളൂ. ഇരിക്കും മാഡം. നീയാണോ ഫോട്ടോ എടുക്കുന്നത്? അതെ, റെഡിയല്ലേ മാഡം? ചിൻ അപ്പ്, ഷോൾഡർ, ചിൻ ഔട്ട്, ചിൻ ഡൗൺ, ഡബിൾ ചിൻ. ഗൈസ്, ഇപ്പൊ നമ്മുടെ മൈക്ക് ഓഫ് ആണ്. ഞാനിപ്പോ നോർമൽ ഫോണിന്റെ മൈക്ക് വെച്ചിട്ടാണ് ഞാനിപ്പോ. നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആണ്. ഓ, നോയിസ് ക്യാൻസലേഷൻ. അപ്പൊ നോയിസ് ക്യാൻസലേഷൻ ഓഫ് ആണ്. നമുക്ക് ഓൺ ആക്കാം. പക്ഷെ മൈക്ക് ഉള്ളതുകൊണ്ട് ഇപ്പൊ നമുക്ക് നല്ല, അതായത് എല്ലാം അടിപൊളിയായിട്ട് ഇപ്പോഴും ഒരു ക്ലിപ്പ് എടുത്ത് നോക്കിയെന്ന് വെച്ചാൽ നല്ല. അതായത് ഇതിന് മുന്നേ ഇവരിപ്പോ കണ്ടത് നമ്മൾ ഇത്രയും ഡിസ്റ്റൻസ് ആയിട്ട് പോയി നമ്മൾ അടുത്ത് സംസാരിക്കുന്ന ഒരു ഫീൽ. എന്റെ പൊന്ന് ഗൈസ്, അത് പൊളി തന്നെ. ഇനി നീ നോയിസ് ക്യാൻസലേഷൻ ഓൺ ആക്കെ. ഇപ്പൊ ഇവിടെ ഫാന്റെ സൗണ്ട് ഒക്കെ ഇല്ല, ചിലപ്പോ അതൊക്കെ പോവായിരിക്കും. നോയിസ് ക്യാൻസലേഷന് പകരം വേറെ ഏതോ ബട്ടൺ ഞെക്കി വീഡിയോ ഓഫായി. ഈ നോയിസ് ക്യാൻസലേഷൻ ഓണാക്കിയ ഇപ്പൊ നോയിസ് ക്യാൻസലേഷൻ ഓണായി. സംസാരിച്ച് ഹായ് ഗൈസ്, നമ്മൾ ഫോട്ടോ എടുക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഫോട്ടോ എടുത്ത് ഗൈസ് നോക്കൂ. കുറച്ച് KB പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മളത് സോൾവ് ചെയ്തു. എത്ര 30 KB, 30 മുതൽ 50 KB. കറക്റ്റ് ആയപ്പം ഞാൻ അപ്ലോഡ് ചെയ്ത് നോക്കി വെറുതെ സപ്പോർട്ട് ആവുന്നുണ്ടോ. ഹാപ്പി. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഫോട്ടോ കോപ്പി എടുക്കണം. ഓക്കെ, പോവാം. ഇത് തമിഴ്നാടല്ലേ കേരളമാണ്? തമിഴ്നാട് വൈബല്ലേ ഇറങ്ങി. ഇതാണ് എൻ്റെ ഹോം ടൗൺ കണ്ണനല്ലോ. എൻ്റെ ഹോം ടൗണിൽ കൂടെ എൻ്റെ ഭാര്യയുമായി ഞാൻ വ്ലോഗ് ചെയ്ത് നടക്കുന്നു. നമ്മളിപ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഇട്ടാണ് നടക്കുന്നത്. സോ നമ്മൾ ഈ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നെങ്കിൽ കമന്റ് ചെയ്യണം. ഇവിടെ ഇത്രയും ദൂരത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ പറയുന്ന വല്ലോ കേൾക്കുന്നുണ്ടോ? നീ എന്തെങ്കിലും പറഞ്ഞോ? കേൾക്കുന്നുണ്ടോ രഞ്ജിത്ത്? എന്നാ കേറ് രഞ്ജിത. സംഭവ സ്ഥലത്ത് നിന്നും
ക്യാമറ ലിബ്രാസറിനോടൊപ്പം ഫസ്നാലി അൽഫാമാവും തോന്നുന്നു. അത്രക്കില്ല. അടുത്തത് ഫോട്ടോ കോപ്പി. കണ്ണനല്ലൂരിലെ തന്നെ ഞാൻ എപ്പോഴും കൊച്ചിലെ മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങുന്ന തൊട്ടുള്ള ഒരു കടയിലാണ് ഇപ്പൊ നീ വന്നിരിക്കുന്ന ഫോട്ടോ സെറ്റ് എടുക്കാൻ. എൻ്റെ ഒരു അറിവിൽ കണ്ണനല്ലൂരിൽ ഏറ്റവും കിടിലം ഫോട്ടോ സെറ്റ് ഇവിടെ ഇതാ. അതായത് ഇവിടെ അവർക്കെല്ലാം അറിയാം, എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ കേറാം. നീ ഉദ്ദേശിക്കുന്നത് എന്താ? ഫോട്ടോ കളറാ? കളർ കോപ്പി തന്നെ നോർമൽ പേപ്പർ അല്ലാണ്ട് കുറച്ചുകൂടി കട്ടിയുള്ള പേപ്പറിൽ കിട്ടുമോന്ന് അറിയണം. അതുണ്ടാവുമോ അറിയാം, നോക്കാം. സർട്ടിഫിക്കറ്റ്സ് എല്ലാം കോപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. ഇനി വീട്ടിൽ ചെന്നിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തിട്ട് വൈകുന്നേരം തന്നെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി ഇതൊക്കെ പോസ്റ്റ് ചെയ്യണം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്തുവാ? ഇങ്ങനെ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അതിൻ്റെ അകത്ത് ഒട്ടിക്കുന്ന ഫോട്ടോ ഒരു ആ സൈസ് ഫോട്ടോ തന്നെ ഒട്ടിക്കണം എന്ന്. അതായത് 3.5 സെന്റിമീറ്റർ × 3.5 സെന്റിമീറ്റർ. അങ്ങനെ ഒടുക്കം നമ്മൾ ഇവളുടെ ഫോട്ടോ സ്റ്റാറ്റും എടുത്ത് ഫോട്ടോഗ്രാഫും എടുത്ത് ഇപ്പൊ ക്ഷീണിച്ച് ഉച്ച ആയതുകൊണ്ട് നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. വിത്തൗട്ട് ഷുഗർ ആണ് കേട്ടോ. യെസ്, നമ്മൾ ഡയറ്റ് തുടങ്ങി. സോ ഡയറ്റ് തുടങ്ങുമ്പോൾ നമ്മൾ മേടിക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ ഒരു വ്ളോഗ് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എടി ഇപ്പൊ നിനക്ക് ഏത് ജ്യൂസാണ് വേണ്ടുന്ന? ഒരു മധുരില്ലാണ്ടൊരു പൈനാപ്പിൾ എന്തായാലും. പിന്നെ നമ്മളിപ്പോ എന്തുവായിരുന്നു ചെയ്ത? നിന്റെ എല്ലാം കഴിഞ്ഞ ഇനി എന്താ പരിപാടി? ഇനി ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്ത ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് എടുത്ത് എല്ലാം കൂടി കയറ്റി വിടണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാം. സ്വർഗം. ചൂടത്തൊന്നേ AC-യിലേക്ക് കയറിയിട്ട് നല്ല സുഖം. നമ്മുടെ ലിബ്ര ബൊട്ടീക്കിൽ എൻക്വയറീസ് കുറെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഫോൺ വെക്കാറില്ല നിലത്ത്. ഒരു ബിസിനസ് ലേഡി കൂടിയായി അവളിപ്പോ. എന്തൊക്കെയാ ഞാൻ മാനേജ് ചെയ്യുന്നതെന്ന് അറിയോ ഗൈസ്? രാവിലെ ജിമ്മിൽ പോകും, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എൻ്റെ. രാവിലെ ജിമ്മിൽ പോകും, അത് കഴിഞ്ഞ് വന്ന് ക്ലാസ്സിൽ പോകും, അത് കഴിഞ്ഞ് വന്ന് ലിബ്ര ബൊട്ടീക്കിന്റെ ഡ്രസ്സിന്റെ അതൊക്കെ മെസ്സേജ് റിപ്ലൈ കൊടുക്കും. അല്ലാതെ വീഡിയോ ഷൂട്ട്, ക്ലാസ് കഴിഞ്ഞ് വന്ന് വീഡിയോ ഷൂട്ട്, അതെനിക്ക് രാത്രി എനിക്ക് ലീഷർ ടൈമാണ്. ഞാൻ ബിഗ് ബോസ് കാണും, റീൽസ് കാണും, അങ്ങനെ നെക്സ്റ്റ് ഡേ ഇത്, എന്നിട്ട് ഉറങ്ങും. പിന്നെ പിറ്റേ ദിവസം ഇത് തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒടുക്കം നമ്മുടെ പുറത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അസ്ന എന്ത് ചെയ്തോണ്ടിരുന്നു ഇത്ര നേരം? എടി ഉമ്മി വന്നില്ലേ? ആണോ? ഞങ്ങൾ സദ്യ കിട്ടോന്ന് പറയാ. ഉമ്മീനെ വിളിച്ചു, ഉമ്മി എടുത്തില്ല. ചോറും സാമ്പാറും ഉണ്ട് കേട്ടോ. അത് നിനക്ക് ചോറും സാമ്പാറും ഇഷ്ടമാണോ? എനിക്ക് ഇഷ്ടമല്ല. കുഴിമന്തി കഴിച്ചാലോ? എനിക്ക് വേണ്ട, അതെന്റെ ഡയറ്റിനെതിരാണ്. ചോറ് കഴിക്കാം. എനിക്ക് ഉച്ചക്ക് കൊച്ചൊരു 100 grams ഓഫ് ചോറ് തിന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? എടാ ഞങ്ങള് അപ്പൊ നിന്റെ ഇന്നത്തെ ഈ വെളിയിലെ പരിപാടി ഇനി എന്തുവാ അപ്ലൈ ചെയ്യാം? ഞാൻ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പൊ ഒരു സംഭവം കിട്ടും, അത് പ്രിന്റ് എടുത്തിട്ട് എല്ലാം കൂടെ പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കണം. അപ്പൊ ഓക്കെ അത് ചെയ്യും. ഓക്കെ, ചെല് ബൈ. അപ്പൊ നമ്മള് ഡോക്യുമെന്റ്സ് ഒക്കെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് ഔട്ട് എടുത്ത് റെസിപ്റ്റ് പ്രിന്റ് ഔട്ട് എടുത്ത് എല്ലാം പാക്ക് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് പോസ്റ്റ് ചെയ്യാം. ഗൈസ്, ഇത്രയും എന്റെ കൂടെ വഴക്ക് വരെ കൂടി ഇവളുടെ ഇന്ന് തന്നെ ഇത് അയക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് താണ്ട് ഇപ്പൊ ഇവിടെ പോസ്റ്റ് ഓഫീസിൽ വന്നപ്പം എന്താ അവസ്ഥ പറ? 3 മണി വരെ ഉള്ളായിരുന്നു.